എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതേ, ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു മാധ്യമങ്ങളിലും ചാനലിലും സോഷ്യൽ മീഡിയകളിലൊക്കെ സിനിമാ നടൻ മമ്മൂട്ടി, ഭരത് മമ്മൂട്ടി അവിടെ പോയി വയനാട് പാവപ്പെട്ട ജനങ്ങൾക്ക് കയറ്റിക്കൊടുക്കുന്ന, സർക്കാർ കയറ്റിക്കൊടുക്കുന്ന വീട് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലക്ക് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആളുടെ കൂടെ പോയി അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്തു. അത് ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴും അവിടെ ഉണ്ടെങ്കിൽ മൂപ്പര് വരാണ്. മൂപ്പര മനസ്സിൻ്റെ ഒരു മനസ്സാണ്, ഒരു നന്മയാണ് അത് നമ്മൾ കണ്ടെത്തുക. ആള് പ്രസക്തി ഉണ്ട്, അതുപോലെ പണമുണ്ട്, അതുപോലെ കുറച്ച് ആരാധകരുണ്ട്. ഇച്ചിരി ധിക്കാരികളും അഹങ്കാരികളുമായ നടന്മാർ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. അത് സമ്പന്നരുള്ളവർക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു മനുഷ്യൻ്റെ സ്വഭാവ ശൈലിയാണ്. ഇപ്പം നമുക്കറിയാം, ചിരിച്ചു കളിച്ച് സാധാരണക്കാരെ കൂട്ടത്തിൽ നിന്ന് അവരിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ എന്നുള്ള നിലക്ക് മമ്മൂട്ടിയും ഇത്ര വലിയൊരു സംഭവം എന്നല്ലേ ഒരു കാലഘട്ടത്തിൽ. മഞ്ചേരിയിൽ 2 വർഷം കഴിച്ച പൈസ ഒന്നും കൊടുക്കാണ്ടാവും. അത് വേറെ കാര്യം. ഇവിടെ പണിയില്ലാതെ നിലമ്പൂർ റോട്ടുമ്മലെ ഇപ്പോഴത്തെ പൊളിക്കാത്ത സിറ്റി ലൈറ്റിൻ്റെ മുന്നിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ വൈകുന്നേരമായ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു 10-40 വർഷം മുമ്പ്. എനിക്കൊരു 15 വയസ്സാണ് ആ കാലത്ത് ഞാനൊക്കെ പാലുംപാട്ടേറ്റ് പോണ കാലത്ത് അതിൻ്റെ മുകളിൽ വൈകുന്നേരം 2 കാളം, മനാഫിതയിൽ വെക്കണ കാളം വെച്ചമാർ 2 കാളം കെട്ടിയിട്ട് ഓരോ പീടിൻ്റെ പരസ്യ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് മമ്മൂട്ടി ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ കച്ചേരിപ്പടിക്കൽ നമ്മളെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, കഞ്ഞിപ്പീടിയ. അവിടുന്ന് സ്ഥിരമായിട്ട് കഞ്ഞി കുടിച്ചതും ഭക്ഷണം കഴിച്ച കായൊക്കെ അന്നും കൊടുക്കാണെന്നൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ നമ്മളെ വരും. ഒരു മനുഷ്യൻ താഴെ തട്ടുന്ന് വളർന്നു വരുമ്പോൾ മറ്റുള്ളവൻ്റെ വിഷമങ്ങളും മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളും അറിയുന്നവരാവും അവരും. 100 ആൾക്കാരുണ്ട്. മലയാളികൾ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്, ഭയങ്കര മനുഷ്യസ്നേഹികളാണ്. അതൊരു തെറ്റായ ധാരണ. മലബാറിലെ മലയാളികൾക്കും പിന്നെ ഒരു കുറഞ്ഞ മലയാളികൾക്കും മാത്രമേ ഉള്ളൂ. ഈ 3.5 കോടി മലയാളികളിൽ ഭൂരിപക്ഷം വരുന്ന മലയാളികൾ എല്ലാവർക്കും ഒരു സ്വഭാവമല്ല. ചിലർ തന്നെ പൊക്കികളുണ്ട്. ഇപ്പം ഈ മമ്മൂട്ടിനെ പോലെ കണവർ മമ്മൂട്ടിയാ പറഞ്ഞത് വളരെ മോശമായി എന്നുള്ള, ഒരു മനുഷ്യനോട് മനസ്സിലുണ്ടെങ്കിൽ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായ മമ്മൂട്ടി. നമ്മളൊക്കെ മനസ്സുകൊണ്ടെങ്കിലും ആദരിച്ചിന് ഇവരൊക്കെ. അപ്പം ഇവർക്കൊക്കെ ഇത് ഈ ജനങ്ങളുണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരൊന്നുമല്ല. ഇവരെ പോലെ ജനങ്ങൾ അറിയാതെ പോയ ഒരുപാട് കോടീശ്വരന്മാരും പല സിനിമാ നടന്മാരും കുപ്പത്തൊട്ടി പോയവരുണ്ട് നാട്ടിൽ. അത് ഇവരൊക്കെ മനസ്സിലാക്കുക. ഇവരെ ധനം കൊണ്ടല്ല ഇവർ ഈ കണ്ട ആഹ്ലാദം, ഈ ജീവിച്ചിരിക്കുന്നതും ഈ ചെയ്യുന്നതും ഈ പ്രവൃത്തികളൊക്കെ ഇവരെ ആരാധിക്കുന്ന ജനങ്ങൾ ചെയ്യുന്ന അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടണ. 10 പടം പൊട്ടിയവരുടെ വീട്ടിലിരിക്കേണ്ടി വരും. ഈ ജനാണ് ഇവരൊക്കെ താങ്ങണത്. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും. ഈ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഓലെ കൂടെ അവരെ കണ്ണീരൊപ്പി അവരെ കൂടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന. അത് ഏത് രാഷ്ട്രീയ പാർട്ടിനാണെങ്കിലും നിങ്ങളെപ്പോലൊക്കെ അഹങ്കാരികൾ തിരിച്ചറിയേണ്ടത് എന്താ അറിയോ? ജനം കൂടെ ഉണ്ടാകുന്നത് നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് കരുതിയിട്ടാണ്. നിങ്ങളെ ഈ അഭിനയം ഉണ്ടല്ലോ, അത് ചില ആൾക്കാരോട് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചോളി, അത് നിങ്ങളെ ജീവിതമാർഗ്ഗമാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം, അതിൽ കിട്ടിയ ഗ്ലാമറും മറ്റുമൊക്കെ പൊട്ടിക്കെട്ട് പെയിൻ്റ് അടിച്ചൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക, പച്ച മനുഷ്യന്മാർ നിങ്ങളെ സ്നേഹിക്കണത് നിങ്ങൾ ഈ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് കരുതിയിട്ടാണ്. കുഷ്ഠരോഗിൻ്റെ മനസ്സുള്ള സിനിമാ നടന്മാരും ശ്രദ്ധിക്കുക, നിങ്ങളും ജനം തിരിച്ചറിയും. കാരണം എന്താ പറയുക, ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോടാണെങ്കിലും ഇത് ചെയ്തത് 100% മമ്മൂട്ടിനെ പോലെ നിൽക്കുന്നൊരു നടൻ ചെയ്തത് തെറ്റാണെന്ന് പച്ചക്ക് പറയണം. കാരണം എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന നടനാണ്. അത് വെച്ചിട്ട് എല്ലാ ചണ്ടിത്തരത്തിനും കൂട്ടിക്കുന്ന ഒരാളല്ല. നമുക്ക് ശരി തോന്നിയത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിനെ പോലെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ മനസ്സ് മാറ്റിക്കൊള്ളി. കാരണം ജനം ഒരു എക്കാലത്തും നിങ്ങളെ ഏറ്റിയടക്കൂല. അതൊരു കാര്യം നിങ്ങൾക്ക് ഓർക്കണമല്ല. നിങ്ങളെപ്പോലെ 10,000-കണക്കിന് നടന്മാർ ഗതി കിട്ടാത്ത പ്രേതം പോലെ നാട്ടിൽ അലഞ്ഞിരുന്ന് ഇന്നും വയസ്സും പ്രായമായിട്ട് നറുക്കവിന് ഗതിയില്ലാതെ പുറത്തിൽ സന്നദ്ധ സംഘടന സഹായം കൊണ്ട് ജീവിക്കുന്ന സിനിമാ നടന്മാരുണ്ട് എന്ന് നിങ്ങളെ താഴത്തേക്ക് നോക്കിയിട്ട് വേണം മറ്റുള്ളവരോട് പെരുമാറാൻ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.